എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC നടത്തുന്ന LDC പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. നവോത്ഥാന നായകനായ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചുരുക്കനാമത്തിൽ PRDS എന്നും തരാറുണ്ട്. ഇത് സ്ഥാപിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1909 ഇത് സ്ഥാപിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹത്തെ തന്നെയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്നും പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇത് സ്ഥാപിച്ച വർഷം 1909 ഇത് സ്ഥാപിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ്. PRDSന്റെ മുഖപത്രം ചോദിക്കുകയാണെങ്കിൽ ആദിയാർ ദീപമാണെന്ന കാര്യം ഓർത്തിരിക്കുക. PRDSന്റെ മുഖപത്രത്തിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആദിയാർ ദീപം എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന സമത്വ സമാജവും PSC പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വൈകുണ്ഠസ്വാമികളാണ്. ഇത് സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1836 കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും സമത്വ സമാജമാണ്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ബിയിൽ നൽകിയിരിക്കുന്ന ആത്മവിദ്യാസംഘം അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ഇത് സ്ഥാപിച്ചത് ആരെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരുന്നത് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അതേപോലെ തന്നെ ഇത് സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1917 ആത്മവിദ്യാസംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെടുത്തി PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയാണ് വാഗ്ഭടാനന്ദൻ രചിച്ച സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന കവിത. അപ്പോൾ ആ കവിതയുടെ പേര് ഓർത്തിരിക്കുക, സ്വതന്ത്ര ചിന്താമണി എന്നതാണ് കവിതയുടെ പേര്. ഇത് രചിക്കുന്നത് 1921 ഇത് രചിച്ചത് ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദനാണ്. എന്താണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്? അദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇനി ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്നത് ആത്മവിദ്യ എന്ന പുസ്തകമാണ്. ആത്മവിദ്യ എന്ന പുസ്തകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളമാണ്. അഭിനവ കേരളം എന്നത് എന്തിൻ്റെ മുഖപത്രമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1921 കോഴിക്കോട് നിന്നുമാണ് ഈ പറയുന്ന അഭിനവ കേരളം എന്ന് പറയുന്ന ഈ ഒരു വാരിക പ്രസിദ്ധീകരിക്കുന്നത്. ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളുമൊക്കെ പ്രചരിപ്പിച്ച ഒരു വാരികയുണ്ട്. 1929 ആരംഭിച്ച ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത്. 1929 ആരംഭിച്ച ആത്മവിദ്യാ കാഹളം ഇത് എന്താണ്? ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് 1929 ആരംഭിച്ച ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത്. അതേസമയത്ത് അഭിനവ കേരളം എന്ന് പറയുന്നത് 1921 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച വാരികയാണ്. ഇതാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത്. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമായ അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യമാണ്. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് മുഖപത്രത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഏത് വാരികയുടേതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അഭിനവ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ അഭിനവ കേരളം എന്ന് പറയുന്ന നമ്മളിവിടെ പരിചയപ്പെട്ട ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അതിൻ്റെ മുദ്രാവാക്യമാണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊന്നാണ് അരയ സമാജം. PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. അരയ സമാജം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്.
ഇത് സ്ഥാപിച്ചത് എന്താണെന്ന് വെച്ചാൽ 1907 കാര്യം ഓർത്തിരിക്കണം. എന്നാൽ ഇവിടെ ഓർത്തിരിക്കുക, അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ പണ്ഡിറ്റ് കറുപ്പനാണ്. എന്നാൽ അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വേലുക്കുട്ടി അരയനാണ്. ഇത് പരസ്പരം മാറിപ്പോരുത്. അരയ സമാജം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1907 സ്ഥാപിച്ചത്. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്. എന്നാൽ അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വേലുക്കുട്ടി അരയനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതുപോലെ PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിനുള്ളിൽ സാമൂഹിക പരിഷ്കർത്താവ്, സംഘടന, വർഷം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞു പോകുന്ന ആ പേരുകൾ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. അതിനുള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചോദ്യം പോലും അതിനുള്ളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊന്ന് പരിചയപ്പെട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് CMI സഭയാണ്. CMI സഭ ഇത് സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്. അപ്പോൾ CMI സഭ PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ നവോത്ഥാന നായകനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് 1831 ഇത് സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഈ 31 കിട്ടാൻ സിമ്പിളാണ്. ഈ CMI എന്നതിലെ ആ എമ്മിനെ ഒന്ന് തിരിച്ചിട്ട് 3 ആക്കുക, 1 അങ്ങനെ കൊടുത്താൽ നമുക്ക് ഏകദേശം ഒരു 31 കിട്ടും. ഇനി ചാവറ കുര്യാക്കോസ് അച്ഛൻ എന്ന് നമ്മൾ എഴുതുമ്പോഴുള്ള ആ ഒരു കായ ഉണ്ടല്ലോ, ആ കായിനെ നമുക്കൊരു 8 സങ്കല്പിച്ചാൽ ഇതിൻ്റെ പിറകിൽ ഒരു 8 നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റും. അതായത് ഓപ്ഷനിൽ ഒരു 31 വെച്ചിട്ട് ഒരു വർഷമുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ആ ഒരു സമയത്ത് വർഷം മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് CMI സഭയാണ്. CMI സഭ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. 1831 കാര്യം ഓർത്തിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓൾറെഡി നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു, സമത്വ സമാജമാണ്. സമത്വ സമാജം ഇത് സ്ഥാപിച്ചത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, വൈകുണ്ഠ സ്വാമികളാണ് ഇത് സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് സ്ഥാപിച്ച വർഷം എത്രയോ തവണ PSC ചോദിക്കുന്നതാണ്, 1836. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അത് സ്ഥാപിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1836 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1836 ഇത് സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇതും വേണമെങ്കിൽ ചെറിയൊരു രീതിയിൽ ഓർത്തിരിക്കാൻ പറ്റും. വൈകുണ്ഠ സ്വാമികൾ എന്നെഴുതുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം കൊണ്ടെടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു 8 നമുക്ക് സങ്കല്പിക്കാം. പിന്നെ ഇവിടെ നായാണ്, ആ നായിലെ നേരെ തിരിച്ചു വായിക്കുക. ഇതിനെ നമുക്കൊരു 3 ഇത്രയും പോർഷനെ നമുക്ക് ഒരു 6 സങ്കല്പിക്കാം. അതായത് ഒരു വട്ടം ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഹാളിൽ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് ഈ വർഷം നമ്മുടെ മനസ്സിൽ ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മൾ ഒരു വട്ടം ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേര് നോക്കുമ്പോൾ അന്ന് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ വേണമെങ്കിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയേണ്ടത് ഗ്രേറ്റർ ഈഴവ അസോസിയേഷനാണ്. ഇതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഇത് സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ ഡോക്ടർ പൾപ്പു ആണ് ഇത് സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിച്ച വർഷം 1896. അത് പിന്നെ ഓർത്തിരിക്കാൻ സിമ്പിളാണ്. നമ്മുടെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച ആ ഒരു വർഷമാണ്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഡോക്ടർ പൾപ്പു, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് SNDP. 1903 ഇത് പിന്നെ ആരാണ് സ്ഥാപിച്ചത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ആരാണ്? ശ്രീനാരായണ ഗുരുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശ്രീനാരായണ ഗുരുവാണ് ഇത് സ്ഥാപിച്ചത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1903 കാര്യം ഓർത്തിരിക്കുക. 1903 ശ്രീനാരായണ ഗുരു എന്ത് സ്ഥാപിക്കുന്നത്? SNDP സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. SNDP സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ 1903. ഇനി അടുത്തത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒന്നാണ് സാധു ജന
പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അയ്യങ്കാളിയാണ് ഇത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഇത് സ്ഥാപിച്ച വർഷം ഓർത്തിരിക്കണം, 1907 1907. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് ഈ 1907 എന്ന് പറയുന്ന ഈ ഒരു വർഷം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ പരിചയപ്പെട്ട പേര് പണ്ഡിറ്റ് കറുപ്പനാണ്. നമ്മളവിടെ പരിചയപ്പെട്ട പേരെന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന പേരാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ചത് എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതാണ് അരയ സമാജം. സമാജം. അപ്പോൾ ഇവിടെ നമുക്ക് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907 എന്ന കാര്യം ഓർത്തിരിക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി 1907. സെയിം വർഷം തന്നെ പണ്ഡിറ്റ് കറുപ്പൻ എന്ത് സ്ഥാപിക്കുന്നുണ്ട്? അരയ സമാജം സ്ഥാപിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് 1909. മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. PRDS എന്ന് നമുക്ക് പറയാം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുമാര ഗുരുദേവനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു PRDS 1909. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാനായിട്ട് ഈ 1909 നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. നമ്മൾ ഈ പൊയ്കയിൽ എന്ന് എഴുതുമ്പോൾ PO എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് തിരിക്കുക, O0, പിന്നെ ഈ P ഒന്ന് തിരിച്ചിട്ട് ഒരു 9 പോലെ കിട്ടും. പിന്നെ ഇതാ ഇവിടെ ഒരു 9 P ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് തിരിച്ച് 1909 എന്ന് പറയുന്ന വർഷം നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം കുറേ വർഷങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് NSS ആണ്. NSS പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ്. 1914 കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് പോയ ഒരു കാര്യമാണ് അരയ വംശ പരിപാലന യോഗം. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വേലുക്കുട്ടി അരയനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് അരയ വംശ പരിപാലന യോഗം. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വേലുക്കുട്ടി അരയൻ. അതേപോലെ തന്നെ ഇത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1916. അപ്പോൾ അവിടെ അരയ വംശ പരിപാലന യോഗം, വേലുക്കുട്ടി അരയൻ ഏത് വർഷമാണ്? 1916 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് പരസ്പരം മാറിപ്പോരുത്. അരയ വംശോദ്ധാരണി സഭ അത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ വംശോദ്ധാരണി സഭ പണ്ഡിറ്റ് കറുപ്പനാണ്. എന്നാൽ അരയ വംശ പരിപാലന യോഗം എന്ന് പറയുമ്പോൾ വേലുക്കുട്ടി അരയൻ എന്ന കാര്യം ഓർത്തിരിക്കുക. പരിപാലന യോഗം അത് ഓർത്തിരിക്കാൻ സിമ്പിളാണ്. നമ്മൾ ഈ പരിപാലന യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെയൊക്കെയാണല്ലോ പരിപാലിക്കുക, അല്ലേ? കുട്ടികളെ അല്ലേ നമ്മൾ സംരക്ഷിക്കുക ചെയ്യുന്നത്. മുതിർന്നു കഴിഞ്ഞാൽ നമ്മളെ രീതിയിൽ സംരക്ഷണം നമുക്ക് കിട്ടൂലോ. അതുകൊണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കാം. അതായത് പണ്ഡിറ്റ് കറുപ്പൻ എന്താണ്? അരയ വംശാധോരണി സഭ എന്ന് ഓർക്കുമ്പോൾ വേലുക്കുട്ടി അരയൻ അരയ വംശ പരിപാലന യോഗം എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്നത്, ഇപ്പം നമ്മൾ അരയ വംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ 1916 എത്തിയിരിക്കുന്നു. ഇനി 1917 എന്ന് പറയുന്ന വർഷത്തിൽ 2 സംഘടനകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സഹോദര സംഘമാണ്, സഹോദര സംഘം. ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആത്മവിദ്യാ സംഘം. ഇതിൽ ഈ സഹോദര സംഘം നമുക്കറിയാം, സഹോദരൻ K അയ്യപ്പനാണ്. സഹോദരൻ K അയ്യപ്പൻ. അതേ സമയത്ത് ഇത് ഓൾറെഡി ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, വാഗ്ബടാനന്ദൻ. എന്താണ്? വാഗ്ബടാനന്ദൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വർഷം ഓർത്തിരിക്കണം. എന്താണ്? ഒന്ന് സഹോദര സംഘം, പിന്നെ ആത്മവിദ്യാ സംഘം. അപ്പോൾ 2 സംഘങ്ങൾ 1917 അതേപോലെ തന്നെ
കെ അയ്യപ്പൻ, സഹോദരൻ കെ അയ്യപ്പൻ സഹോദര സംഘം. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന മറ്റൊന്നാണ് ആനന്ദ മഹാസഭ. എന്താണ് ആനന്ദ മഹാസഭ? അപ്പം നമ്മളോട് പരിചയപ്പെടുന്നത് ആനന്ദ മഹാസഭ എന്ന് ഓർത്തിരിക്കുക. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1918 ഇത് സ്ഥാപിച്ചത് ആരെന്ന് ചോദിക്കും. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ മഹാസഭ. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ മഹാസഭ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത്, ഇതിൽ നൽകിയിരിക്കുന്നത് 1922 എന്ന് പറയുന്ന വർഷത്തിലേക്ക് വരുമ്പോൾ PSC ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. എന്താണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അതേത് വർഷമാണെന്ന് ചോദിച്ചാൽ 1922 1918 അപ്പോൾ ഈ 18 എന്ന് പറയുന്ന വർഷത്തിൽ ഒരെണ്ണം കൂടിയുണ്ട്, ക്ഷമിക്കുക. 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട ആനന്ദ മഹാസഭ 1918 1918 തന്നെയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആര് സ്ഥാപിക്കുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിക്കുന്നത്. റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാപിച്ച 1922 ഇദ്ദേഹം സ്ഥാപിച്ചതാണ് മുസ്ലിം ഐക്യ സംഘം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പറയുന്ന കൊടുങ്ങല്ലൂരൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ മുസ്ലിം ഐക്യ സംഘം അതിന് നേതൃത്വം നൽകുന്നു, അത് സ്ഥാപിക്കുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ രണ്ടെണ്ണം. 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, അതേപോലെ 1922 മുസ്ലിം ഐക്യ സംഘം, 1918 തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ എന്ന് ഓർക്കുക. ഇനി PSC റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. 1933 നമ്മുടെ ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ചതാണ് ഏത്? ജാതിനാശിനി സഭ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ മഹാസഭ എന്ന് നമ്മൾ പഠിച്ചു. ഒരിക്കൽ കൂടി പറയാം, ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ മഹാസഭ എന്ന് പഠിച്ചു. ഇവിടെ എന്താണ്? ആനന്ദ തീർത്ഥനാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞെന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ ബ്രഹ്മാനന്ദ, ആ ആനന്ദയിൽ നിന്ന് തന്നെ തുടങ്ങാണ് ഏത്? ആനന്ദ മഹാസഭ. മനസ്സിലായോ? ബ്രഹ്മാനന്ദ, ആനന്ദയിൽ നിന്ന് തന്നെ തുടങ്ങാണ് ആനന്ദ മഹാസഭ. അത് പരസ്പരം മാറിപ്പോരുത്. അപ്പോൾ ഇവിടെ ആനന്ദ തീർത്ഥൻ എന്ന് പറയുമ്പോൾ ജാതിനാശിനി സഭ. നമ്മൾ എന്തെങ്കിലുമൊക്കെ തീർത്ഥമൊക്കെ തളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർത്ഥമൊക്കെ തളിച്ചുകൊണ്ട് നമ്മൾ അത് നല്ലതായിട്ട് കാണുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇവിടെ ഓർത്തു വെച്ചാൽ മതി. ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ 1933. അപ്പോൾ ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ 1933. ഇതും നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടും. ആനന്ദ എന്ന് എഴുതിയിരിക്കുന്നതിന് നായുണ്ട്, അതിനെ തിരിച്ചിട്ട് ഈ 3 കിട്ടും. പിന്നെ ഇവിടെയുള്ള ആ ഇന്ത്യനെ ഒരു 3 ആയിട്ട് സങ്കല്പിച്ചാൽ 33 നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ. അതേ സമയത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ. അപ്പോൾ ആനന്ദയിൽ തന്നെ തുടങ്ങുക ആനന്ദ മഹാസഭ എന്ന് ഓർത്തിരിക്കുക. ഇനി PSC നമ്മുടെ പണ്ടത്തെ പ്രിലിം പരീക്ഷയിൽ ഇങ്ങനെ റിപ്പീറ്റായി ചോദിച്ച ഒരു സംഭവമാണ് ദേശസേവിക സംഘം. ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1938 നമ്മുടെ അക്കാമ ചെറിയാൻ എന്ന പേര് ഓർത്തിരിക്കുക. അക്കാമ ചെറിയാൻ ദേശസേവിക സംഘം 1938. ദേശസേവിക സംഘം അക്കാമ ചെറിയാൻ 1938 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അവസാനമായിട്ട് PK ചാത്തൻ മാസ്റ്റർ എപ്പോഴും ചോദിക്കുന്നതാണ്. PK ചാത്തൻ മാസ്റ്റർ
PK ചാത്തൻ മാസ്റ്റർ, കേരള പുലയ മഹാസഭ. കേരള പുലയ മഹാസഭ എന്നത് ഓർത്തിരിക്കുക. ഇത് 1970 കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞത് കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താവ്, സംഘടന, വർഷം അത് ആണ് പരിചയപ്പെടുത്തിയത്. ഇത് SCRT പറയുന്നുണ്ട്. ഒപ്പം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇപ്പം തന്നെ കുറേ സമയം നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വിടുന്നതായതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ടൊന്ന് കേൾക്കാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക എന്നതാണ്. ഇത് നമുക്കറിയാം കേരള PSC പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ പറയുന്ന വരാൻ പോകുന്ന പരീക്ഷയിൽ നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക എന്നതാണ് 32ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 32ാമത്തെ ചോദ്യത്തിൻ്റെ പറയുന്നത് ഫൈനൽ ആൻസർ പ്രകാരം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ C ആണ്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2022 തണ്ണീർത്തട ദിനം നമുക്കറിയാം എല്ലാ വർഷവും ഫെബ്രുവരി 2-ാം തീയതിയാണ് ആചരിക്കുന്നത്. 2023 തണ്ണീർത്തടം പുനഃസ്ഥാപിക്കൽ എന്നതാണ് അവിടെ പ്രമേയമായിട്ട് വന്നത്. അപ്പോൾ 2023 പ്രമേയം എന്താണ്? തണ്ണീർത്തടം പുനഃസ്ഥാപിക്കൽ എന്നതാണ്. അപ്പോൾ റാംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഈ ഫെബ്രുവരി 2 നമ്മുടെ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. 1971 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തുള്ള റംസാറിൽ വെച്ചിട്ട് നടന്ന തണ്ണീർത്തടങ്ങളെ കുറിച്ചുള്ള ലോക ഉച്ചകോടിയെ തുടർന്ന് റംസാർ ഉടമ്പടി ഒപ്പുവെച്ചു 1971 ഫെബ്രുവരി 2. ആ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. ഓരോ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുമ്പോൾ അതിന് ഓരോരോ പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 2024 വരുമ്പോൾ അവിടെ ഫെബ്രുവരി 2-ാം തീയതി തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതാണ്. 2023 ഫെബ്രുവരി 2-ാം തീയതി തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചപ്പോൾ അവിടെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടം പുനഃസ്ഥാപിക്കൽ എന്നതാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇങ്ങനെ ഈ ഫെബ്രുവരി 2-ാം തീയതി തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് 1997 മുതലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1997 മുതലാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മളോട് ചോദ്യം വിട്ടിട്ടുണ്ടായിരുന്നു. 31ാമത്തെ ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഇത് പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. നമുക്കറിയാം ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഈ ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ആ ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചേറ്റൂർ ശങ്കരൻ നായരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചേറ്റൂർ ശങ്കരൻ നായരാണ്. നമുക്കറിയാം ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായി 1915 നമ്മൾ പഠിക്കുന്നതാണ്. 1919 ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായർ. ഇതൊക്കെ PSCയിൽ ചോദ്യമായിട്ട് വരുന്നതാണ്. ഗാന്ധിജിയുടെ നയങ്ങളെ വിമർശിക്കുകയും 1922 ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതുകയും ചെയ്ത വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് INC അമരാവതി സമ്മേളനം. 1897 INC അമരാവതി സമ്മേളനം നടക്കുമ്പോൾ അവിടെ പ്രസിഡന്റായ വ്യക്തി കൂടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് 33ാമത്തെ ചോദ്യമാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 243H എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതും വീണ്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ A ആണ്. 243H എന്നതാണ് ഈ 33ാം ചോദ്യത്തിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ
243H ആണെന്ന കാര്യം ഓർക്കാം. നമുക്കറിയാം ഭരണഘടനയിൽ പഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 9 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാഗം 9 73ാം ഭേദഗതി പ്രകാരമാണ് ഈ പറയുന്ന ഭാഗം 9 നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ഈ ഭാഗം 9 നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തപ്പോൾ 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിളാണ് അതിൽ ഉൾപ്പെടുന്നത്. അതായത് 16ഓളം അനുച്ഛേദങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ 243H പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനുള്ള അധികാരങ്ങൾ പറയുന്നത്. അപ്പോൾ 243H കാര്യം ഓർക്കുക. അതിൽ തന്നെ 243H കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന 243I ഉണ്ട്. അതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ 243K ഉണ്ട്. ഈ 243K ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അതിന് നേതൃത്വം നൽകേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ന് പറയുന്നത് 243K ആണ്. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 243K എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട 3 അനുച്ഛേദങ്ങളാണ്. 243H എന്ന് പറയുന്നത് ഇനി വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 243H എന്ന് പറയുന്ന അനുച്ഛേദത്തിലാണ്. അതേസമയത്ത് 243I എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് 243I. 243K എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് 243K എന്ന് പറയുന്നത്. ഇവിടെ 243E പറയുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തുകളുടെ കാലാവധിയെക്കുറിച്ചാണ്. നമുക്കറിയാം 243 മുതൽ 243O വരെയാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് എന്ന് നമുക്കറിയാം. ABCDE 5ാമത്തെ ലെറ്ററാണ്, അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ ഫിനാൻസ് കമ്മീഷൻ എന്ന് നമ്മൾ എഴുതുമ്പോൾ FI ആണ്. ഇവിടെ പിടിക്കുക, I 243I എന്ന് ഓർത്തിരിക്കാം. ഇനി കേരളത്തിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെ K പിടിക്കുക, കേരള K ആ രീതിയിൽ 243Kയും ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ H ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ധനകാര്യ കമ്മീഷൻ I ആണ്. അപ്പോൾ അതിന് തൊട്ട് പിറകിലായിട്ട് H, ആ H ആണ് എന്ത്, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത്. അപ്പോൾ അവിടെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇത് കിടക്കുന്നത്. ആ ഒരു രീതിയിലൊന്ന് ഓർത്തു വെക്കുക. ഇനി 243B ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 243A എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കരുത്, ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതാണ് 243A എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതാണ് 243A എന്ന് പറയുന്നത്. അപ്പോൾ 243 മുതൽ 243O വരെയാണ് ഈ പറയുന്ന ഭാഗം 9 ഉൾപ്പെടുന്ന അനുച്ഛേദം പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടത്. അതിൽ 243A എന്ന് പറയുന്നത് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ ഏറ്റവും ടോപ്പ് 243 അതൊരു നിർവചനങ്ങളാണ്. അതിൻ്റെ നിർവചനങ്ങളൊക്കെ കൊടുക്കുന്നത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അത് കഴിഞ്ഞു വരുന്നത് എന്താണ്, ഗ്രാമസഭയാണ്. നമുക്കറിയാം നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഗ്രാമസഭയിൽ പോയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. നമ്മുടെ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വഴി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രാമസഭയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പം ആദ്യം ഗ്രാമസഭയാണ്. അപ്പോൾ A എന്ന് പറയുന്ന ആദ്യത്തെ ലെറ്ററാണ്. ആ രീതിയിൽ വേണമെങ്കിൽ ഓർത്ത് വെക്കുക. 243A എന്ന് പറയുന്നത് ഗ്രാമസഭയുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 243E എന്ന് പറയുന്നത് ഗ്രാമസഭയുടെ കാലാവധിയാണ്. 243B എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണമാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് B എന്ന് പറയുന്നത്. തൊട്ടടുത്ത ലെറ്ററാണ് 243C. അത് പഞ്ചായത്തുകളുടെ ഘടനയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രൂപീകരണം ബിയിലും അതേപോലെ തന്നെ 243C ആണെങ്കിൽ എന്താണ്, പഞ്ചായത്തിന്റെ ഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് 243I ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അത് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. K ആണ് പിന്നെ പരിചയപ്പെട്ടത്. അത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. പിന്നെ ഈ ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് H-ലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്ന ആർട്ടിക്കിൾസ് അത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ കുറേ ടൈം എടുത്തു. എന്തായാലും ഇനിയുള്ള ആ ഒരു ചെറിയ സമയത്ത് ഈ ഒരു ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമുക്കൊന്ന് പഠിക്കാം.
അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. 243 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നിർവചനവുമായി ബന്ധപ്പെട്ടതാണ്. 243A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതാണ് 243A എന്ന് പറയുന്നത്. 243B എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണമാണ്. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് 243B എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഘടന വേണമല്ലോ. അതാണ് തൊട്ട് അടുത്തായിട്ട് പറയുന്നത് പഞ്ചായത്തുകളുടെ ഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. പിന്നെ പഞ്ചായത്തുകളുടെ രൂപീകരണം, അതേപോലെ തന്നെ അതിനൊരു ഘടന വേണം. അതാണ് 243 പറയുന്നത്. 243 പറയുന്നത്. ഇനി 243D എന്ന് പറയുന്നത് സ്ഥാനങ്ങൾ സംവരണം ചെയ്യൽ എന്നതാണ്. സ്ഥാനങ്ങൾ സംവരണം, അതായത് സംവരണവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന 243D എന്ന് പറയുന്നത്. സ്ഥാനങ്ങൾ സംവരണം ചെയ്യൽ എന്നതാണ് 243D എന്ന് പറയുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 243E എന്ന് പറയുന്നത് എന്താണ്? കാലാവധിയാണ്. കാലാവധി, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ABCDE 5 വർഷമാണുള്ള കാലാവധി. ആ രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി 243F ഉണ്ട്. 243F ഓർത്തിരിക്കണം. അതെന്താണ്? അംഗത്തിനുള്ള യോഗ്യതകളാണ്. അംഗത്തിനുള്ള യോഗ്യതകൾ. അപ്പോൾ യോഗ്യതയെക്കുറിച്ച് പറയുന്നത് 243F കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? കാലാവധി ഉണ്ട്. അപ്പോൾ കാലാവധി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? F എന്താണ്? യോഗ്യതയാണ്. F എന്താണ്? യോഗ്യതയാണ് എന്ന കാര്യം ഓർക്കാം. നമ്മൾ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ ക്വാളിഫിക്കേഷൻ അല്ലെ, ക്വാളിഫിക്കേഷൻ F ഈ ഒരു രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ നമ്മൾ ആ F ആയിരിക്കുമല്ലോ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ പറയുന്ന സമയത്ത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും, ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആ F ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, യോഗ്യത. അപ്പോൾ യോഗ്യതയുമായി ബന്ധപ്പെട്ടത് 243F ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 243F ആണെന്ന കാര്യം ഓർക്കുക. ഇനി 243G ഉണ്ട്. 243G എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. G എന്താണ്? പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. എന്താണ്? അധികാരങ്ങൾ, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരവാദിത്തങ്ങളും അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 243G എന്ന് പറയുന്നത്. നമ്മൾ ഈ G വെച്ചിട്ട് ഈ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നല്ലേ. അപ്പം G ആണ് ഗവർണൻസ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഏകദേശം അതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓർക്കാൻ പറ്റും. അപ്പൊ G അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. അപ്പോൾ ഇവിടെ എന്താണ്? 243G എന്ന് പറയുന്നത് അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് 243H, 243I. ഇത് നിങ്ങൾ ഈ I എന്താണ്? ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്? ഈ പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനുള്ള അധികാരങ്ങൾ, ഫണ്ടുകൾ അതൊക്കെ അനുവദിക്കുന്നത്. അപ്പൊ ഇവിടെ നികുതി ചുമത്താൻ, അതുപോലെ തന്നെ ഫണ്ടുകൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഈ പറയുന്ന 243H എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ധനകാര്യ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ട് തൊട്ടുപിറകിലായിട്ട് ഇത് ഓർത്തിരിക്കുക, H ഓർത്തിരിക്കുക. ഇനി 243J ഉണ്ട്. അത് പഞ്ചായത്തിന്റെ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് ആണ്. പഞ്ചായത്തിന്റെ അക്കൗണ്ടുകളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഈ പറയുന്ന J എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? നികുതി ചുമത്താനുള്ള ആ ഒരു അധികാരം കൊടുക്കുന്നു. അത് H-ലാണ്. പിന്നെ ധനകാര്യ കമ്മീഷൻ I-ലാണ്. അത് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഈ I-നെ പിടിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ്. അപ്പൊ തൊട്ടടുത്തായിട്ട് എന്താണ്? ഓഡിറ്റ്. അതെന്താണ്? 243J ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പഞ്ചായത്തിന്റെ അക്കൗണ്ടുകളുടെ ഓഡിറ്റ്. ഇനി 243K ആണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഓർക്കുമ്പോൾ K പിടിച്ചാൽ മതി. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ട് 243K എന്ന് പറയുന്നത്, അതായത് പഞ്ചായത്തുകളിലേക്കുള്ള ഇലക്ഷൻ നടത്താൻ ആര് ഉത്തരവാദപ്പെട്ടതാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവാദപ്പെട്ടത് എന്നൊക്കെ പറയുന്നതും അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതുമാണ് ഈ 243K എന്ന് പറയുന്നത്. ഇനി 243L ഉണ്ട്. അത് യൂണിയൻ പ്രദേശങ്ങൾക്കും ബാധകമായത് എന്നതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് 243M എന്ന് പറയുന്നത് ഈ ഭാഗം ബാധകമല്ലാത്ത പ്രദേശം. അപ്പോൾ യൂണിയൻ പ്രദേശങ്ങൾക്കും ബാധകമായത്. തൊട്ട് താഴെയായിട്ട് ഈ ഭാഗം ബാധകമല്ലാത്ത പ്രദേശങ്ങൾ. ജസ്റ്റ്
ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നിലവിലുള്ള നിയമങ്ങളും പഞ്ചായത്തുകളും തുടരും എന്നാണ് പറയുന്നത്. 243 എന്നിൽ പറയുന്നത് നിലവിലുള്ള നിയമങ്ങളും പഞ്ചായത്തുകളും തുടരും എന്നാണ്. 243 ഒ എന്ന് പറയുന്നത് 243 ഒ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിനുള്ള വിലക്ക്, തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിനുള്ള വിലക്കുമായി ബന്ധപ്പെട്ടതാണ് 243 ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് ഗ്രാമസഭ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ രൂപീകരണം, ഘടന ഓർത്തിരിക്കുക. അപ്പോൾ ഗ്രാമസഭ ഏറ്റവും അടിസ്ഥാനം, പിന്നെ തൊട്ട് ഇത് രൂപീകരിക്കണം, അപ്പോൾ അതിനൊരു ഘടനയുണ്ട്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ ABC നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ സംവരണവുമായി ബന്ധപ്പെട്ടത് D ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ് സംവരണവുമായി ബന്ധപ്പെട്ടത് D ആണെന്ന കാര്യം നമുക്കറിയാം. ചില വാർഡുകളിലൊക്കെ എന്താണ് ഈ പറയുന്ന സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഈ SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ D എന്ന് പറയുന്നത് എന്താണ് സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. ഡായ്ക്കും ഡിക്കും എന്താണ് സീറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡായ്ക്കും ഡിക്കും ഒക്കെ സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ D നമുക്ക് അവിടെ കിട്ടും. ഇനി E എന്ന് പറയുമ്പോൾ കാലാവധി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി F എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ, അപ്പോൾ ക്വാളിഫിക്കേഷൻ FFF അത് വെച്ചിട്ട് ഓർത്തിരിക്കാൻ പറഞ്ഞു. പിന്നെ G എന്ന് പറയുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തം, അത് ഓർത്തിരിക്കുക. ഗവർണൻസ് എന്നൊന്നും ഓർത്ത് വെച്ചാൽ മതി. ഇനി H എന്ന് പറയുമ്പോൾ നികുതി ചുമത്താനുള്ള ഒക്കെ അധികാരം കൊടുക്കുന്നു. I എന്ന് പറയുമ്പോൾ ഫിനാൻസിലെ I വെച്ചിട്ട് നമുക്ക് ധനകാര്യ കമ്മീഷൻ കിട്ടും. J എന്ന് പറയുമ്പോൾ തൊട്ടടുത്തായിട്ട് എന്താ വരിക, ഓഡിറ്റ് ആണ് വരിക എന്ന് ഓർത്തിരിക്കുക. പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓർത്താൽ 253 K എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബാക്കി വരുന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിളിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാനുള്ള പോയിന്റുകൾ ഓർമ്മയുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് തെറ്റിക്കുകയുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഇതിന് ശേഷം വരുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.